യേശുവിൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശം തന്നെ പുരോഹിതന്മാർ കാണിച്ച ആ വൃത്തികളിൽ നിന്ന് അവരെ മാറ്റാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത്. ക്ഷേത്രത്തിൽ പോകുന്നതിനേക്കാളും ബെറ്റർ ഒരു ടാസ്മാർക്കിൽ പോയി ഒരു 150 ml അടിക്കാനാണ് പറയുന്നത്. 3 ദിവസം കൊണ്ട് അനുഭവിക്കേണ്ട ദുഃഖം ചിലപ്പം 1 ദിവസം കൊണ്ട് അനുഭവിക്കേണ്ടി വരും. ഫുഡിനനുസരിച്ചാണ് നമ്മുടെ മൈൻഡിൻ്റെ വൈബ്രേഷൻ വരുന്നത്. അതുകൊണ്ടാണ് ബൈബിളിൽ തന്നെ യേശു പറയുന്ന വാക്ക് എന്താണ്, പറവകളെ പോലെ ജീവിക്കുവാൻ. ഗുരുവേ നമസ്കാരം. ക്രിയായോഗ ചെയ്യുന്ന ഒരു സാധകൻ പരിശീലിക്കേണ്ട ഭക്ഷണക്രമങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ വെജിറ്റേറിയനാണ് ഏറ്റവും ബെസ്റ്റ്. സെക്കൻഡിൽ ഒന്ന് പിന്നെ എരിവ്, ഉപ്പ്, പുളിയെല്ലാം കുറയ്ക്കുന്നത് നല്ലത്. അതിന് കാരണം പിന്നെ നോർമലായിട്ടുള്ള ലൈഫിന് വേറെ അങ്ങനെയൊന്നുമില്ല. ഈ പച്ചക്കറി കഴിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? അതിന് കാരണം എന്താ? പച്ചക്കറി കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കൂടുതലും കൊഴുപ്പ് ശക്തികളൊന്നും അടിയാതിരിക്കാനും, പിന്നെ അടുത്തത് ഈ നമ്മുടെ ബോഡിയിലുള്ള ഈ സ്റ്റാർച്ച് ഐറ്റം കുറയ്ക്കാനും വേണ്ടിയാണ്. എരിവും പുളിയും കുറയ്ക്കാൻ പറയുന്നത് എന്തിനാണ്? അപ്പം എരിവെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ചില വൈബ്രേഷൻസ് ഉണ്ടാകും. ഫുഡിനനുസരിച്ചാണ് നമ്മുടെ മൈൻഡിൻ്റെ വൈബ്രേഷൻ വരുന്നത്. അപ്പം അതിന് ഉദാഹരണം സ്വാമി വിവേകാനന്ദൻ, അത് എപ്പോഴും കിലോ കണക്കിന് മുളക് കഴിക്കും. അങ്ങനെ ഒരു ടൈപ്പാണ്. അപ്പോൾ അങ്ങയുടെ മനസ്സെന്ന് പറഞ്ഞാൽ എപ്പോഴും കോപമായിരിക്കും. അപ്പം ഒരു കോപിഷ്ഠനായ ഒരു സാധകനാണ് പുള്ളി. സാധകൻ എന്ന് പറഞ്ഞാൽ ഒരു സന്യാസിയാണ്. അപ്പോൾ ഇത് എരിവ് കൂടുതൽ കഴിക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഒരു കോപത്തിൻ്റെ ആ ടെൻഡൻസി ഫാം ചെയ്യും. അത് മനസ്സിൻ്റെ. ശരീരത്തിനാണെങ്കിൽ നമുക്ക് അൾസർ ഫാം ചെയ്യും. അതുകൊണ്ട് അതൊന്നും കഴിക്കാതിരിക്കുന്നത് നല്ലത്. പല ഗുരുക്കന്മാരും വ്യത്യസ്തമായ സ്വഭാവമുള്ളവരാണ്. ഇപ്പം നമ്മൾ പല പുസ്തകങ്ങളും വായിച്ചു നോക്കുമ്പോൾ ചില ആളുകൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ചില ആളുകൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. അപ്പൊ ഈ ഗുരുക്കന്മാർക്ക് നമ്മളൊരു ഗുരുവിനെ മനസ്സിൽ വിചാരിക്കുന്നത് ഭയങ്കര സ്നേഹമുള്ളൊരു ഗുരുവായിരിക്കും, നമ്മളോട് ഭയങ്കര സ്നേഹമുള്ളതെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഗുരു പുറത്ത് കാണിക്കുന്നത് പലപ്പോഴും മറ്റൊരു ക്യാരക്ടറും ഗുരുവിന്റെ ഉള്ളിൽ മറ്റൊരു ക്യാരക്ടറും? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ടത് യഥാർത്ഥ ഗുരു ആരാണെന്ന്. അതെ അതെ. അപ്പം യഥാർത്ഥ ഗുരുവിനെ നിങ്ങൾ തേടി പോവുക, അത് ആദ്യത്തെ പോയിന്റ്. സെക്കൻഡ്, ഗുരുക്കന്മാർ ദേഷ്യം കാണിക്കുന്നത് ശിക്ഷണത്തിൻ്റെ ഇതിലാണ്. ശിക്ഷണത്തിൽ കൂടിയാണ് അവർ ദേഷ്യം. അത് ഒരു ആക്ട് മാത്രമാണ്. ഉള്ളിൽ അവർക്ക് എപ്പോഴും സ്നേഹം ഉണ്ടായിരിക്കും. അതിന് ഉദാഹരണം എന്താ, മലയരപ്പയുടെ ഗുരു മാർപ്പാവുന്നുണ്ട്. പുള്ളി ഭയങ്കര കോപിഷ്ഠനാണ്. അത് ആരുടെ മലയരപ്പയുടെ അടുത്താണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇദ്ദേഹം ബുദ്ധസന്യാസി വന്ന നിറയെ ആൾക്കാരുണ്ട്. അവരെല്ലാം ഈ കോപങ്ങൾ കൂടുതൽ കാണിക്കുന്നുണ്ട്. അപ്പം കാണിക്കുന്നത് കൊണ്ട് അവർ കോപിഷ്ഠരാണെന്ന് നമുക്ക് ധരിക്കാൻ നോക്കില്ല. അപ്പം അതിന് കാരണം എന്ന് പറഞ്ഞാൽ ശിക്ഷണത്തിന് വേണ്ടി നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യും. അപ്പം നമുക്ക് സ്നേഹത്തിലൂടെ കാണിക്കാൻ പറ്റില്ലേ? സ്നേഹത്തിൽ കൂടി ഒരിക്കലും ആ പ്യൂരിറ്റി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് വന്നിട്ട് എപ്പോഴും ഒരു മൗഢ്യത്തിലേക്ക് നിങ്ങൾ വരാൻ തുടങ്ങും. കാരണം കൂടുതൽ സ്നേഹം കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സാധകനാണെങ്കിൽ സാധനയിലേക്ക് നിങ്ങളുടെ മൗഢ്യത്തിലേക്ക് വരും. നിങ്ങളിപ്പം ശരി നാളെ ചെയ്യാം, ഗുരു ദേഷ്യമൊന്നും പെടുന്നില്ലല്ലോ എന്നുള്ള ഒരു ഫീലിങ്സിലായിരിക്കും നിങ്ങൾ വരിക. അത് നമ്മൾ വരാൻ പാടില്ല. അപ്പം നല്ലൊരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഗുരുവിൻ്റെ ദേഷ്യമോ ഗുരുവിൻ്റെ സ്നേഹമോ അല്ല പ്രധാനമുണ്ട്. നമുക്ക് കിട്ടിയ സാധന നമ്മുടെ അത് സാധന ചെയ്യുക. സെക്കൻഡ്ലി ഗുരുവിൻ്റെ കൃപയ്ക്ക് നിങ്ങൾ പാത്രമാകുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഏതൊരു മനുഷ്യരും സാധന ചെയ്യുന്നത് അവരുടെ ലൈഫിലെ പ്രശ്നങ്ങൾ മാറാനും, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും സാമ്പത്തികമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു സാധന ചെയ്യുന്ന വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറുമോ, അതോ ഇവർ ആത്മീയമായി മാത്രമാണോ ഉയരുള്ളൂ? എങ്ങനെയാണ്? നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഒന്നും മാറൊന്നുമില്ല. അങ്ങനെ ഒരു വലിയൊരു മാറ്റമൊന്നും സംഭവിക്കില്ല. പിന്നെ ഇവിടെ നമുക്കൊരു തോന്നൽ മാത്രമാണ്. അതൊരു സൈക്കോളജിക്കൽ പ്രോസസ്സ് മാത്രമാണ്. ശരിക്കും പറയുന്നത് നമ്മുടെ ഒരു സാധകനാണെങ്കിൽ നമുക്കിതൊക്കെ മാറും, എന്തൊക്കെയോ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ഒരു ധാരണയാണ്. കാരണം നമ്മളൊരു കർമ്മപാതയിൽ കൂടി യാത്ര ചെയ്യുന്ന സമയത്ത് അതിലാണ് നമ്മുടെ ഗുരുവിനെ കാണുന്നതും ശിഷ്യത്വം സ്വീകരിക്കുന്നതും സാധന ചെയ്യുന്നതും എല്ലാം. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ കർമ്മത്തിൻ്റെ സ്പീഡ് കൂടും. മറ്റേ സ്ലോ മോഷനിലിരിക്കുന്ന കർമ്മങ്ങളെല്ലാം ഹൈ സ്പീഡാകും. അപ്പോൾ നിങ്ങൾക്ക് 3 ദിവസം കൊണ്ട് അനുഭവിക്കേണ്ട ദുഃഖം ചിലപ്പം 1 ദിവസം കൊണ്ട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആ ദുഃഖത്തിൻ്റെ കാഠിന്യം എത്ര കൂടിയിട്ടുണ്ടോ അത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം നിങ്ങൾ കാഠിന്യം കൂടുകയാണെങ്കിൽ നിങ്ങൾ ആ 3 ദിവസം അല്ലെങ്കിൽ 1 മാസം 1 വർഷം കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ആ പെയിൻ വന്ന്
ഇപ്പോൾ 2 ദിവസം 3 ദിവസം കൊണ്ട് തീരുകയാണ് എന്നുള്ളത് നമ്മൾ ധരിക്കുക. അല്ലാതെ വന്നിട്ട് നിങ്ങളുടെ സാധനയിൽ കൂടി എനിക്ക് കോടീശ്വരനാകാം, വേറെ വല്ലതും ആകാം എന്നൊക്കെ നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ അത് വളരെ തെറ്റാണ്. പിന്നെ ഇതിനൊരു വേറൊരു അപ്രോച്ചിങ് ഉണ്ട് സൈക്കോളജിക്കലായിട്ട്. നമുക്കൊരു ഒരു മനസ്സിന് ഒരു നല്ലൊരു കോൺസെൻട്രേഷൻ കിട്ടും. പിന്നെ അതിനപ്പുറമായിട്ട് ഒരു ധൈര്യം ഉണ്ടാകും. പിന്നെ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന പിന്നെ ആ ലെസൺസിൽ നിന്ന് വരുന്നത് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കും തോറും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു പോയിൻ്റ് വരും. കാരണം ഈ പ്രപഞ്ചത്തിൽ നമുക്ക് സാധിക്കാൻ ഒന്നുമില്ല എന്നുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടായിരിക്കും. കാരണം നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്, നമുക്ക് ഇവിടെ സാധിക്കാൻ ഒന്നുമില്ല, വെറും സീറോ മാത്രമാണ്. നമ്മൾ എന്തെങ്കിലും സാധിക്കണമെന്ന് ധരിക്കുകയാണെങ്കിൽ അത് നമുക്കുള്ള ഒരു മണ്ടത്തരമാണ്. ഇവിടെ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ തന്നെ യേശു പറയുന്ന ഒരു വാക്ക് എന്താണ്, പറവകളെ പോലെ ജീവിക്കുവാൻ. ഇപ്പോൾ ആക്ച്വലി വന്നിട്ട് പറവകളെ പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സാധിക്കുമോ എന്ന് കേട്ടാൽ സാധിക്കണം. എന്നാൽ നമുക്ക് എന്താണ് ആഗ്രഹങ്ങളുടെ നൂലാമാലയിൽ വരുന്ന സമയം നമുക്ക് ഒരിക്കലും പറവകളെ പോലെ ജീവിക്കാൻ സാധിക്കില്ല. കാരണം നമുക്ക് ആഗ്രഹ നിവൃത്തിക്ക് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു. ആ ഫൈറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്ന കുടുംബ പ്രശ്നമായാലും ശരി, നാട്ടിലുള്ള പ്രശ്നമായാലും ശരി, രാജ്യത്തിൻ്റെ പ്രശ്നമായാലും ശരി, ഏത് പ്രശ്നവും ഫൈറ്റിംഗ് ടെൻഡൻസിയാണ്. എന്നാൽ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഫൈറ്റിംഗ് ഇല്ലാതാക്കലാണ് അവരുടെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വേണ്ടിയുള്ള പരിമിതി. ഇപ്പം ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വന്നിട്ട് ഒരു 5 ഉരുള ചോറാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളുടെ 10 ഉരുള കഴിക്കുകയാണെങ്കിൽ ആ 5 ഉരുള വേസ്റ്റാണ്. ഈ 5 ഉരുള മറ്റുള്ള നിന്ന് അപഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എല്ലാവരും അപഹരണ ബുദ്ധിയിലാണ് നിൽക്കുന്നത്, എല്ലാവരും അപഹരിക്കുക എന്നുള്ളതാണ്. ഇത് ഇല്ലാതാക്കാൻ ആത്മീയം കൊണ്ട് സാധിക്കും. അത് നമ്മൾ പഠിപ്പിക്കലാണ് സാധനയുടെ മുഖ്യ ലക്ഷ്യവും എന്നാണ്. അതുകൊണ്ടാണ് ഇപ്പം മഹാന്മാർ, ഇന്നത്തെ സന്യാസിമാർ അങ്ങനെയല്ല, അതേസമയം മഹാന്മാരെല്ലാം അങ്ങനെ. കാരണം യേശുവിനെ പോലെ, ബുദ്ധനെ പോലെ, നബിയെപ്പോലുള്ള മഹാന്മാരെല്ലാം പറഞ്ഞിട്ടുള്ള വാക്കെന്താണ്, അപഹരിക്കാതിരിക്കുക. നിനക്ക് വേണമെന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളും. കാരണം അത് നിങ്ങളുടെ ലൈഫിലുള്ളതാണ്. കാരണം നിങ്ങൾ ജനിക്കുമ്പോഴേ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന സംഭവമാണ്. അത് നിങ്ങൾ സ്വയം അനുഭവിക്കുക, വിടുക, അത്രയേ ഉള്ളൂ. എന്നാൽ അത് നിങ്ങൾ പിടിച്ചു പറിച്ച് വീണ്ടും നമ്മളത് കൂട്ടി അത് ഒരു മോൾഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ആശ്രമത്തിലോട്ട് കടന്നു വരുമ്പോൾ എനിക്ക് ക്രിയായോഗനെ പറ്റി എനിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, പ്രോപ്പർ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്നൊരു വ്യക്തിയാണ്. അന്നെല്ലാം നമ്മൾ ഇവിടെ നിന്ന് സാധനം എടുക്കുമ്പോഴും നമ്മുടെ സ്വാമി അങ്ങൊക്കെ പറയുന്ന ഒരു ബോധത്തെ പറ്റി എപ്പോഴും പറയാറുണ്ട്. അപ്പോഴും എനിക്ക് ഈ ബോധം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. സാധനം തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് എന്താണ് ഈ എക്സ്പാൻഷൻ, നമ്മുടെ ബോധത്തിൻ്റെ ഒരു വികാസം എന്താണെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാനിത് അനുഭവിച്ചൊരു വ്യക്തിയാണ്. പലപ്പോഴും നമ്മുടെ ബോധം അങ്ങ് വികസിച്ച് കഴിയുമ്പോൾ നമ്മളുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരുന്നു. അതുവരെ ഞാൻ കണ്ടതുമല്ല പിന്നീട് ഞാൻ അനുഭവിക്കുന്ന എല്ലാം വ്യത്യസ്ത തലത്തിലാണ്. അത് ഓരോ മനുഷ്യരെ കാണുന്നതും വ്യത്യസ്തമായ രീതിയിലാണ്. ഇപ്പോൾ നമ്മുടെ പണത്തെ പറ്റിയിട്ടാണെങ്കിലും, നമ്മുടെ ജോലിനെ പറ്റിയിട്ടാണെങ്കിലും, നമ്മുടെ പ്രൊഫഷനെ പറ്റിയിട്ടാണെങ്കിലും എല്ലാത്തിനെയും മറ്റൊരു രീതിയിലാണ് ഞാൻ കാണാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങ് പറയുന്ന ഈ ബോധം അതെന്താണ് ശരിക്കും, അത് എന്താണ് സംഭവിക്കുന്നത് നമ്മളിൽ? കാരണം ഈ ബോധം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. ആക്ച്വലി വന്നിട്ട് അതിൻ്റെ എക്സ്പാൻഷൻ വളരെ കുറവായിരിക്കും, അതിൻ്റെ എനർജി ലെവൽ കുറവായിരിക്കും. ഇപ്പോൾ ഒരു 20% ആ എനർജി ഉള്ളവർ അങ്ങനെയാണ്. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്ന ആ സംഭവത്തിലാണ്. ഈ പ്രജ്ഞ നമുക്ക് ചില ആൾക്ക് 20% ആയിരിക്കും. എന്നാൽ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഒരു സൈലൻറ്റ് മൈൻഡിലേക്ക് എപ്പോഴും നിങ്ങൾ വരുന്നു, ആ സമയത്താണ് ബോധം എക്സ്പാൻഷൻ ആകുന്നത്. അങ്ങനെയാണ് ബോധപരിണാമം നമുക്ക് സംഭവിക്കുന്നത്. അപ്പം നമ്മളൊരു സൈലൻറ്റ് മൈൻഡിലേക്ക് വരണം. ഇപ്പോൾ സൈലൻറ്റ് പറഞ്ഞാൽ സീറോ മൈൻഡിൽ നിന്നാണ് ബോധം ഉണരുന്നത് തന്നെ. അപ്പം ഈ സീറോ മൈൻഡ്, അതിനാണ് പതഞ്ജലി യോഗ സൂത്രങ്ങൾ പറയുന്നത്. എന്താണ് ചിത്തവൃത്തി നിരോധ. യോഗ എന്നാൽ എന്ത്? ചിത്തവൃത്തി നിരോധ. അപ്പം ചിത്തവൃത്തിയെ നിരോധിച്ച് കഴിഞ്ഞാൽ, നിരോധിക്കാൻ പറഞ്ഞാൽ കട്ട് ചെയ്യാനല്ല, അതിന് നേരെ കൊണ്ടുവന്ന് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവന്ന് സീറോയിലാക്കുകയാണ്. ഇപ്പം ആർക്കും കട്ട് ചെയ്യാനൊന്നും നോക്കില്ല. കാരണം കർമ്മം എന്ന് പറയുന്നത് നിങ്ങളുടെ ജനനം തൊട്ട് മരണം വരയ്ക്കും കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. എന്നാൽ കർമ്മത്തിൻ്റെ വേരിയേഷൻ നിങ്ങൾക്ക് മാറ്റങ്ങളുണ്ടാകും. കാരണം ബോധം എക്സ്പാൻഷൻ ആവുന്ന സമയം നിങ്ങളുടെ ചെയ്യുന്ന കർമ്മം പൂർണ്ണമായിട്ട് മറ്റുള്ളവർക്ക് കൂടിയായിരിക്കും. കാരണം മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കും. അപ്പം ബോധം ഉണരാത്ത ഒരു ആത്മാവിന് തനിക്ക് വേണ്ടിയാണ് എല്ലാം. കാരണം നമ്മുടെ എല്ലാം പിടിച്ചു പറിക്കുന്ന ആൾക്കാരാണ്. പിടിച്ചുപറിയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഈ ബോധം എന്ന് പറയുന്നത് തമിഴ് വരും വിഴിപ്പുണർവ് എന്ന് പറയും.
അപ്പോൾ വിഴിപ്പുണർവ് ഫാം ചെയ്യുന്നത് തന്നെ ഓൺലി സ്റ്റിൽനെസ്. അപ്പം മനസ്സിൻ്റെ സ്റ്റിൽനെസ്സിൽ കൂടിയാണ് ഇത് ഉണരുന്നത്. അപ്പം ആ മൗനനിലയിൽ, അതെന്ന് പറഞ്ഞാൽ അകവും പുറവും ഒരുപോലെ മൗനനിലയിലേക്ക് നിങ്ങൾ വരുന്ന സമയം ബോധത്തിൻ്റെ ഹയർ സ്റ്റേജിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അതാണ് ബോധം എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ അങ്ങ് പലപ്പോഴും പല സത്സംഗങ്ങളിലും ഞാനിരിക്കുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ ക്രിയായോഗ ചെയ്യുന്നൊരു വ്യക്തി ഒരിക്കലും ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ വഴിപാട് കഴിക്കുകയോ പൂജകൾ നടത്തുകയോ ആവശ്യമില്ല എന്ന് പറയുന്നത്. ഒന്നും ആവശ്യമില്ല. കാരണം ആക്ച്വലി വന്നിട്ട് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്ഷേത്രങ്ങൾ എന്താണ് വെച്ചിട്ടുള്ളത്, ഒരു ഭിക്ഷാപാത്രം എന്നാണ്, വേറെ ഒന്നും അതിനകത്തില്ല. നമ്മുടെ കൊണ്ടൊന്ന് കുറേ ഭിക്ഷ ഇടുന്നു, അവരൊന്ന് കുറേ ഭിക്ഷ എടുക്കുന്നു, അത്രയേ ഉള്ളൂ. ശരിക്കും ഈ ക്ഷേത്രങ്ങൾ കൊണ്ടോ അതുപോലെ പള്ളികളെ കൊണ്ടോ പിന്നെ മസൂദികളെ കൊണ്ടോ ഒന്നും നമുക്ക് റിയലൈസേഷൻ അറ്റൈൻ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. നമ്മുടെ മനസ്സിനെ കലുഷിതമാക്കാൻ മാത്രമേ അത് നമുക്ക് ഉതകുള്ളൂ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മൈൻഡ് ഈശ്വരനിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ഇപ്പം അവിടെ തന്നെ ഈശ്വരൻ കൊണ്ടുവന്ന് ആരും ഇവിടെ പഠിപ്പിക്കുന്നില്ല. ഇപ്പം ജു കൃഷ്ണമൂർത്തിയുടെ ഒരു വാക്ക് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നിങ്ങളുടെ ക്ഷേത്രത്തിൽ പോകുന്നതിനേക്കാളും ബെറ്റർ ഒരു ടാസ്മാർക്കിൽ പോയി ഒരു 150 ml അടിക്കാനാണ് പറയുന്നത്. എന്താണ് ആളുകൾ അടിക്കാൻ പറഞ്ഞത്? കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കിക്ക് ഉണ്ടാകും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയാൽ ഉണ്ടാകുന്ന ഒരു കിക്ക് തന്നെ നിങ്ങൾക്ക് ഇവിടെ ടാസ്മാർക്കിൽ പോയാലും കിട്ടുന്നു. ഈ ഒരു കിക്കിലേക്ക് നമ്മൾ പോകേണ്ട ഒരു ആവശ്യമില്ല. ഈ കിക്കൊന്നും ആത്മീയവും അല്ല. ക്ഷേത്രങ്ങളിൽ പോയി കുറേ വഴിപാട് നടത്തി കുറേ ഓട്ടവും ചാട്ടവും ഒക്കെ നടത്തി നമ്മുടെ പൈസകളൊക്കെ വേസ്റ്റാക്കി നമ്മൾ നടക്കുന്നതൊന്നും ഒരു ആത്മീയം അല്ല. അത് ആത്മീയം എന്നാൽ എന്ത്? നിങ്ങളുടെ ആത്മാവിനെ പ്രചോദനപ്പെടുത്തുക എന്നുള്ളത്, എക്സ്പാൻഷൻ ചെയ്യുക എന്നാണ്. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് എപ്പോഴും സ്റ്റിൽനെസ്സിലേക്ക് വരുന്നു, അപ്പോൾ മാത്രമേ ഇത് എക്സ്പാൻഷൻ ആകുള്ളൂ. അതുവരെയ്ക്കും എക്സ്പാൻഷൻ ഉണ്ടാകുന്നത് ഇതല്ല. അതേസമയം ക്ഷേത്രത്തിൽ പോവുക, അപ്പോൾ നിങ്ങളുടെ മനസ്സ് വന്നിട്ട് എക്സ്പാൻഷൻ ഒരിക്കലും ആകുന്നില്ല. മൈൻഡ് വന്നിട്ട് പല വ്യാപാരങ്ങളിൽ പോവുകയാണ്, വ്യവഹാരങ്ങളിൽ പോവുകയാണ്. കാരണം ഇന്ന് ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കറക്റ്റ് ക്ഷേത്രത്തിൽ പോകണമെന്ന് ആരെങ്കിലും പറയാനുണ്ടോ? അവർ വന്നിട്ട് എന്തെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ കുറേ കൂട്ടത്തിനെ കാണുമ്പോൾ അവരുടെ ആടയും ആഭരണങ്ങളും അതുപോലുള്ള ഷൈനിങ്ങിലേക്കാണ് അവർ യാത്ര ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുന്ന സമയം നിങ്ങൾക്ക് ഒരിക്കലും വന്ന് ഇത് അറ്റൈൻ ചെയ്യാനൊന്നും സാധിക്കില്ല. ക്ഷേത്രത്തിൽ പോയി മോക്ഷം പ്രാപിക്കാനൊന്നും സാധിക്കുന്നില്ല. പിന്നെ സെക്കൻഡ്ലി വന്ന് ഒരു LKG പാഠമായിട്ട് സ്വീകരിക്കാം, അത്രയേ ഉള്ളൂ. അപ്പൊ ക്ഷേത്രങ്ങളിൽ ഇപ്പോ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഞെട്ടിപ്പോവും. കാരണം എല്ലാ ആളുകൾ ഞെട്ടണം. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് വന്നിട്ട് ഒരു വ്യാപാരത്തിന്റെ കൂടമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ഇപ്പം യേശു എന്തിനാണ് ജനിച്ചത്? യേശുവിൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശം തന്നെ പുരോഹിതന്മാർ കാണിച്ച ആ വൃത്തികളിൽ നിന്ന് അവരെ മാറ്റാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ആത്മാക്കളും വരുന്നത്. പിന്നെ ശങ്കരാചാര്യർ പിന്നെ അദ്വൈതം എന്തിനാണ് സ്ഥാപിച്ചത്? ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാനാണോ സ്ഥാപിച്ചത്? കാരണം നിൻ്റെ ഉള്ളിൽ ഈശ്വരൻ ഉണ്ട്, അഹം ബ്രഹ്മാസ്മി, അതിനെ നീ അറ്റൈൻ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നീ കണ്ടുപിടി എന്ന് പറഞ്ഞാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അതിനാരെങ്കിലും ആർക്കെങ്കിലും മാറ്റാൻ സാധിക്കുമോ? ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ഹയർ ലെവൽ, ഹയസ്റ്റ് ലെവലിൽ നമ്മൾ എത്തണമെങ്കിൽ, അതിനെ നിങ്ങൾ പൂർണ്ണമായി ചിന്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വന്നിട്ട് നിങ്ങളുടെ ആ LKG എല്ലായിടത്തും ദൂരെ കളഞ്ഞ് നിങ്ങൾ തിരിച്ചു വരിക. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദ ഒരിടത്ത് പറയുന്നുണ്ട്, എന്താണ്, ഈ മതങ്ങളിൽ നിന്ന് നമ്മൾ മാറണം. അപ്പോൾ സ്വാമി പറയുന്നത് ക്ഷേത്രങ്ങളിൽ ദൈവങ്ങളില്ല എന്നാണോ? ദൈവങ്ങൾ ഒരിക്കലും ഇല്ല, 1% ഇല്ല. അങ്ങനെ ദൈവം ഉണ്ടെങ്കിൽ വരട്ടെ, ഒരിക്കലും ഇല്ല. ദൈവങ്ങളൊന്നുമില്ല. അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം അത്രയും നിലനിൽക്കുന്നതാണ് ഈശ്വരൻ. പ്രപഞ്ചശക്തിയാണ്. പ്രപഞ്ചശക്തി നിന്നിലുമുണ്ട്, എന്നിലുമുണ്ട്, ഈ എല്ലാ ജീവരാശികളിലും ഉണ്ട്. അപ്പം നമ്മുടെ ഒരു ക്ഷേത്രത്തിൽ പോയി കുറേ പാലാഭിഷേകം ചെയ്തത് കൊണ്ട് നമുക്ക് റിയലൈസേഷൻ കിട്ടിയില്ല. ആ പാലിനെ കൊണ്ടുവന്ന് പാവങ്ങൾക്ക് കൊടുത്തു നോക്ക്, അവർക്ക് ആ ഒരു നേരത്തെ ഭക്ഷണവും ആയി കഴിഞ്ഞു, അതിൽ കൂടി നമുക്ക് ഒരു മനഃശാന്തി കിട്ടുമായിരുന്നു. ഇതൊന്നും നമുക്ക് രക്ഷയില്ലാത്ത സംഭവങ്ങളാണ്. നമുക്ക് വെറുതെ കിടന്ന് കാണിക്കുന്ന കുറേ കൊപ്രായത്തരങ്ങൾ മാത്രമാണത്. പിന്നെ ഞാൻ ഇവിടെ എത്രയോ ക്ഷേത്രങ്ങൾ കുംഭാഭിഷേകമൊക്കെ നടത്തിയ വ്യക്തി തന്നെ. നടത്തുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ നടത്തുള്ളൂ. കാരണം എൻ്റെ വയറ്റുപഴുപ്പെന്ന് പറഞ്ഞേ നടത്തുള്ളൂ. കാരണം ഇതെല്ലാം വന്നിട്ട് ഓരോ വ്യക്തികളുടെ വയറ്റുപഴുപ്പെന്ന് പറയും. നമ്മുടെ ഇവിടുത്തെ തമിഴ് ഭാഷയിൽ വന്ന് വയറ്റുപഴുപ്പെന്ന് പറയും, ഉദയനിമിത്തം എന്ന് പറയും, അത്രേ ഉള്ളൂ. ഉദയത്തിന് വേണ്ടി ചെയ്യുന്ന കുറേ കുപ്രായത്തനങ്ങൾ, അതിലെല്ലാം ദൈവം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഒരു സങ്കല്പം ഒരാൾ കാണിച്ചു തരട്ടെ. അതിന് കാണിച്ചു തരാനുണ്ടോ അവിടെ? ഏതെങ്കിലും ഒരു ആചാര്യനുണ്ടോ അവിടെ കാണിച്ചു തരാൻ?